ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കേക്കാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ബീറ്റ്റൂട്ട് കേക്ക്? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഓവനും ബീറ്ററിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, മിക്സിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ബീറ്റ്റൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി കഴുകിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, ഇതിൻ്റെ ഒരു കപ്പ് മാത്രം മതി. അതിന് ഒരു കപ്പ് ഇങ്ങനെ എടുക്കുകയാണ്. ബാക്കി കൊണ്ട് ഞാൻ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോവാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ബീറ്റ്റൂട്ട് പച്ചടി? പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതിയാകും. ഇതുപോലെ ചെയ്യാതെ ബീറ്റ്റൂട്ട് കേക്ക് ഉണ്ടാക്കിയാലേ അതിനൊരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റ് ഇങ്ങോട്ട് മുന്നിട്ട് നിൽക്കും. ഇതിങ്ങനെ ചെയ്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഒന്ന് വാടിയിട്ടുണ്ട്. അത് മതി. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അത് അവിടെ ഇരുന്നൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗം അങ്ങ് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. ഈ ഒരു മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, ഡാർക്ക് കളറായിട്ടുണ്ട്. ഇത് പോരാ, ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് കളറാണ്. ഈ സമയത്ത് നമുക്ക് സൈഡിൽ നിന്നൊക്കെ പത ഇങ്ങനെ മൊത്തമായിട്ട് വന്നിട്ട് നടുവിലേക്ക് ഇങ്ങനെ വരുവേ. നന്നായിട്ട് പത ഫില്ലായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. പഞ്ചസാരയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട കിട്ടിയവരൊക്കെ ഉണ്ടാവും. തിളയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റായിക്കോളും. ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, നേരത്തേക്കൊന്നും തെറിക്കാതെ കുറച്ചൊഴിച്ച് പിന്നെ കുറച്ചുകൂടെ ഒഴിച്ച് അങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി അതവിടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. അതിലേക്ക് ഒരു 10-12 കിസ്മിസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഡേറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരില്ലേ, പത പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഒരുപാടങ്ങ് വറ്റിക്കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും കട്ടിയായി പോവേ. എന്നാൽ തീരെ വറ്റാതിരിക്കുകയും ചെയ്യരുത്. ഇത് മതി. ഇതാകുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകം. നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ അലൂമിനിയം പാത്രമാണ്. അടച്ചു വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടങ്ങ് ചൂടാക്കിയെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഒരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്ക തൊലി പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് തുടച്ച് വൃത്തിയാക്കിയ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാവേ. അപ്പോൾ അത് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അതുകൂടെ ഒഴിച്ച് നന്നായിട്ട് 1 മിനിറ്റൊക്കെ ഹൈ സ്പീഡിലിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കാം. 1 മിനിറ്റൊക്കെ മതിയാക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. അതോടെ ഒഴിച്ചിട്ട് ലോ സ്പീഡിലിട്ടങ്ങ് അടിച്ചെടുത്താൽ മതി. അധിക സമയത്ത് അടിക്കരുത്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് മുട്ടയും പഞ്ചസാരയൊക്കെ കൂടെ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലൊന്നും ചൂടുണ്ടാവരുതേ. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കളറുണ്ട് കാണാൻ. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കി അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം 3 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും മതി. അതുകൊണ്ടാണ് ഇളക്കി അങ്ങ് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇളക്കിയതിന് ശേഷം കുറച്ച് മൈദ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി മുഴുവനായിട്ട് അതിലേക്ക് അങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു 10 കാഷ്യൂനട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മൈദയിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ട് ചെയ്ത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ എടുക്കുന്നത് ഒരു 6 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ മുറിച്ച് അതും കൂടെ വെച്ച് കൊടുക്കാം. ഇതൊരു സ്ക്വയർ ട്രേ ആണ്. റൗണ്ടിലുള്ള ട്രേ വേണമെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സാധാരണ സ്റ്റീലിൻ്റെ ചുറ്റും മാത്രം എടുത്തിരുന്നാലും മതി. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂകി ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഓയിലിൻ്റെ മേലെയാകുമ്പോൾ എല്ലാം പാത്രത്തിലങ്ങ് പറ്റി പിടിച്ചിരുന്നോളും. അത് ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു എഫക്റ്റ് ചെയ്യും.
നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി. മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് അത് ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് വലിയ മുട്ട എടുക്കാതിരുന്നാൽ മതി. നമുക്കൊരു സ്ക്യൂർ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂ നട്ട് വെച്ചെടുക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കാണാനൊരു ഭംഗിയല്ലേ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീട്രൂട്ട് ഇല്ലേ, വഴറ്റി വെച്ചത്, അത് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു റിങ് വെച്ച് നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചിരുന്നാൽ മതി. പിന്നെ അതൊക്കെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പം ഒന്ന് തുറന്ന് നോക്കിയപ്പം ആയിട്ടില്ല. അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെച്ച്. അതിന് മുന്നേ തുറന്ന് നോക്കരുത്. നേരത്തെ തുറന്ന് നോക്കിയാൽ നമ്മുടെ കേക്കൊക്കെ നടുഭാഗം കുഴിഞ്ഞു പോകും, താണു പോവുകയൊക്കെ ചെയ്യും. 30 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തത്തിൽ. തുറന്ന് നോക്കാം. സ്ക്യൂർ വെച്ച് കുത്തി നോക്കുന്നുണ്ട്. കേക്കിൻ്റെ ബാറ്ററൊന്നും ഇതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ടായിട്ടുണ്ട്. ചിലപ്പം 25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആവും കേട്ടോ, തീയുടെ ചൂടിനനുസരിച്ചേ. അപ്പോൾ അങ്ങനെ ആകുമ്പം അപ്പം തന്നെ അങ്ങ് എടുക്കണം. കാരണം ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കേക്ക് അങ്ങ് ഡ്രൈ ആയി പോകും, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. കത്തി കൊണ്ടൊന്ന് ഓടിച്ച് തിരിച്ചിട്ട് കൊടുക്കും. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് തുണിയിട്ട് എന്തിനാണ് മൂടി വെക്കുന്നതെന്ന്. പ്ലേറ്റ് വെച്ച് അടച്ചാലേ അതിൻ്റെ ആവിവെള്ളമൊക്കെ കേക്കിലേക്ക് വീഴും. അപ്പം കേക്ക് പെട്ടെന്ന് ചീത്തയായി പോവും, കേക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് തുണിയാകുമ്പം അങ്ങനെ ഉണ്ടാവില്ല. അടിപൊളി, നല്ല ഭംഗിയില്ല കാണാനായിട്ട്, ഒരു പ്രത്യേക ലുക്കല്ലേ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ വരുന്ന കേക്കാണ് കേട്ടോ. 1/2 കിലോയും കുറച്ചും കൂടെ വരും. 300 രൂപ 350 രൂപയൊക്കെ വാങ്ങിക്കാം സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു കേക്ക് ഇന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് നാളെ മറ്റന്നാളൊക്കെ കഴിക്കാനാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. പിന്നെ കൂടുതൽ ദിവസങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു പീസ് എടുക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കല്ല, നല്ല സോഫ്റ്റാണ്, മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അതിനിടയ്ക്ക് ബീട്രൂട്ടൊക്കെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നെയ്യിലൊക്കെ വഴറ്റി വിളയിച്ചൊക്കെ എടുത്തതല്ലേ. പിന്നെ കാഷ്യൂ നട്ട് കടിക്കാൻ കിട്ടുന്നതും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറുള്ള കേക്കാണ്. ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരു വെറൈറ്റി കേക്ക് ആകാമല്ലോ അല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യണം. അത് നമ്മുടെ ചിക്കൂസ്റ്റൈൻ പേജിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.